ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം വീട്ടിൽ അത്യാവശ്യം ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ഐറ്റം എന്താണ്? തേയില. മലയാളികളുടെ ഇഷ്ട ഒരു ഡ്രിങ്ക്സ് ആണ്. രാവിലെ എണീക്കുന്നത് ഒരു ചായ കുടിച്ച് തുടങ്ങണം ഓരോ പ്രഭാതവും. അതെ, അപ്പോൾ ആ പ്രഭാതം എങ്ങനെ ആകുന്നു അതുപോലെ ആകട്ടെ നമ്മുടെ വീഡിയോ. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് എന്താ ഉയരം കൂടുന്തോറും രുചി കൂടുമെന്ന് സത്യം തന്നെ. അപ്പോൾ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് മോഹൻലാൽ പറഞ്ഞത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ സ്വന്തം തലസ്ഥാനമായ തിരുവനന്തപുരത്തെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണല്ലോ പൊന്മുടി. പൊന്മുടിയിലെ തേയില പ്ലാന്റേഷനിലാണ് കേട്ടോ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ തേയില കൃഷി കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് നിങ്ങൾക്കൂടി പരിചയപ്പെടുത്താൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് തേയിലയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടല്ലോ കൂട്ടുകാരെ. നമ്മൾ മലയാളികളുടെ ഒരു ദിവസം തുടങ്ങുന്നത് ഒന്നുകിൽ ഒരു കട്ടൻ അല്ലെങ്കിൽ ഒരു ചായ അത് കുടിച്ചിട്ടൊക്കെ ആയിരിക്കും. അപ്പോഴെന്തായാലും നമ്മുടെ ഈ കട്ടനാണെങ്കിലും ചായയാണെങ്കിലും നമ്മളിത് ചെയ്യുന്നതിന്, അത് തയ്യാറാക്കുന്നതിന് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് തേയില എന്ന് പറയുന്നത്. അപ്പോൾ ആ തേയില എന്ന് പറയുന്ന ആ ഒരു പൊടി, അത് തയ്യാറാക്കുന്ന ഇലയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന തേയിലച്ചെടി കേട്ടോ. ഈ തേയിലച്ചെടി എന്ന് പറയുന്നത് ഒരു നിത്യഹരിത വനവൃക്ഷമാണ് കേട്ടോ. നമുക്ക് തേയിലപ്പൊടി തയ്യാറാക്കുന്നതിന് അത്യാവശ്യമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ തളിരിലയാണ്, തേയിലച്ചെടിയുടെ തളിരില. അപ്പോൾ അത് കിട്ടണമെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഇല ഇതിൻ്റെ മുകൾ ഭാഗം നമ്മുടെ പൊടിപ്പ് അതിനെ നുള്ളി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ അതുപോലെ നുള്ളി നിർത്തിയിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നാണ് തളിരിലകൾ ഇങ്ങനെ നല്ല രീതിയിൽ ഉയർന്നു വരിക. നമ്മുടെ ചില കാലഘട്ടത്തിലൊക്കെ നമ്മളിവിടെ നല്ല തണുത്ത കാലഘട്ടത്തിലൊക്കെ നമ്മളിവിടെ വരികയാണെങ്കിൽ ഇവിടെ വേറെ ലെവലാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചെടിക്ക് സത്യം പറഞ്ഞാൽ തണുപ്പ് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തണുത്ത സമയത്തൊക്കെ, തണുപ്പുള്ള സമയങ്ങളിൽ ഇതിൽ പൂവും കായൊക്കെ ഒരുപാട് കൂടുതലായിരിക്കും, തളിരില കൂടുതലായിരിക്കും, കറക്റ്റ് പച്ച ആയിരിക്കത്തില്ല, ഒരു ഗോൾഡൻ ഗ്രീൻ കളർ എന്ന് പറയാം. അതുപോലെ ആയിരിക്കും മലകൾ നമുക്ക് കാണാൻ കഴിയുക. നമ്മുടെ ഈ തേയില ചെടിക്ക് എപ്പോഴും മഴ ലഭിക്കുന്നത് നല്ലതാണ് കേട്ടോ. സാധാരണ രീതിയിൽ തേയിലച്ചെടികൾ കൃഷി ചെയ്യാൻ അനുയോജ്യമായുള്ള സ്ഥലം നമ്മൾ വളരെ നല്ല മലം പ്രദേശങ്ങൾ, ഹൈ റേഞ്ച് ഏരിയകളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പൊന്മുടി എന്ന് പറയുന്നത് നല്ലൊരു ഹൈ റേഞ്ച് ഏരിയയാണ്. അതുകൂടാതെ തന്നെ പീരുമേട്, മൂന്നാർ, വയനാട് എന്നീ ജില്ലകളിലും നമ്മുടെ ഈ തേയിലച്ചെടി ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട്. നമ്മുടെ തേയിലച്ചെടിയുടെ കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ കോണ്ടൂർ പ്ലാന്റിംഗ് എന്ന് പറയുന്നത്. കോണ്ടൂർ പ്ലാന്റിംഗ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ കോണ്ടൂർ രേഖയ്ക്ക് സമാന്തരമായാണ് തേയിലച്ചെടികൾ നടുന്നത്. അതിനെയാണ് കോണ്ടൂർ നടിയിൽ അഥവാ കോണ്ടൂർ പ്ലാന്റിംഗ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക വിസ്തീർണ സ്ഥലത്ത് പരമാവധി ചെടികൾ നടാൻ കഴിയും കേട്ടോ. അത് ഏക്കറിൽ 3000-ഓളം എന്നതാണ് ഇത്തരത്തിലുള്ള നടിയിൽ കൊണ്ടുള്ള ഗുണം. ഇങ്ങനെ നടുമ്പോഴാണ് കേട്ടോ മണ്ണൊലിപ്പൊക്കെ തടയുന്നതും. അതുകൂടാതെ തന്നെ ഇതിന് നമ്മുടെ ഈ ചെടിയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ഓവറായിട്ട് വെയിൽ ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള വെയിൽ നേരിട്ടടിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനവർ ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഓക്ക് മരങ്ങളുണ്ടല്ലോ, നമ്മുടെ സിൽവർ ഓക്ക് മരങ്ങൾ, അതൊക്കെ നട്ടുപിടിപ്പിക്കാറുണ്ട്. അത് ഇതിന് വളരെ നല്ലതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഈ കുഞ്ഞൻ ചെടിയെ നിങ്ങൾ വെറും നിസ്സാരനായി കാണരുത്. എന്തെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഇവിടെ കൃഷി രീതിയിൽ നട്ടിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ താന്ന് തന്നെ ഈ ചെറിയ കുറ്റിച്ചെടിയായി നിൽക്കുന്നത്. ഇതിനെ സാധാരണ രീതിയിൽ ഈ ചെടിയെന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഒരു മരമായി തന്നെ വളരുന്ന ഒരു ചെടിയാണ് നമ്മുടെ തേയിലച്ചെടി. തേയിലച്ചെടി നമ്മൾ സാധാരണ രീതിയിൽ നിന്ന് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ഇത് ഉയർന്നങ്ങ് പോകും കേട്ടോ. അപ്പോഴത് അങ്ങനെ പോവാതെ നമുക്ക് ഈ ഇല നല്ല രീതിയിൽ നമുക്ക് തളിരില്ല കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത് കുറ്റിച്ചെടിയായിട്ട് തന്നെ നടുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മളിത് കട്ട് ചെയ്ത് തന്നെ നിർത്തുകയാണെങ്കിൽ ഇതിൻ്റെ ഈ തളിരിലകൾ ഒരുപാടായിട്ട് നമുക്കിവിടെ സാധാരണ തറമട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. കൃഷി ചെയ്യാനും അനുയോജ്യമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനെ സാധാരണ നമ്മൾ കട്ട് ചെയ്ത് നിർത്തുന്നത് 5 കൊല്ലത്തിലൊരിക്കലെന്നാണ് പറയുന്നത് കേട്ടോ. ഈ 5 കൊല്ലത്തിലൊരിക്കൽ അത് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ കത്തിയുടെ പേരെന്താണ് നിങ്ങൾ കൂട്ടുകാർക്ക് അറിയാമോ? അതാണ് കവാത്ത് കത്തി കേട്ടോ. കൂട്ടുകാരെ, കർഷകർക്കായിട്ട് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് എന്തെന്ന് വെച്ചാൽ ഇത് തേയിലച്ചെടി കർഷകർക്കായിട്ടുള്ള ബെനിഫിറ്റ് എന്തെന്ന് വെച്ചാൽ 100 വർഷം മുതൽ 150 വർഷം വരെയും ആദായം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ നമ്മുടെ തേയിലച്ചെടി എന്ന് പറയുന്നത്.
നമ്മുടെ ഈ തേയില ഇവിടെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, നമ്മളെല്ലാ കൂട്ടുകാർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ തേയില ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും കാണപ്പെടുന്ന ചില പ്രദേശങ്ങളിലൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴും ബ്രിട്ടീഷുകാർ തന്നെ നട്ടുപിടിപ്പിച്ചുള്ളതാണ് എന്നുള്ള രീതിയിലൊരു ടോക്കും കൂടെ ഉണ്ട് കേട്ടോ. തേയില ചെടികൾ കണ്ട് നടക്കുന്നതിനിടയിൽ ഞങ്ങൾ പഴയകാല ഒരു പ്ലാന്റേഷൻ കൂടി കാണാനിടയായി. ഇത് ബ്രിട്ടീഷുകാർ 1892 പണി കഴിപ്പിച്ച ഒരു പ്ലാന്റേഷൻ ആണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലാന്റേഷൻ. വർക്കിംഗ് ആണോ എന്തൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും നല്ല രീതിയിലുള്ള കെട്ടിടങ്ങൾ പണ്ട് കാലങ്ങളിലുള്ള സ്ഥാപിച്ചിട്ടുള്ള അതേ രീതിയിലുള്ള കെട്ടിടങ്ങളാണ് നമ്മളിവിടെ കണ്ടതല്ലേ. അതെ, നമ്മുടെ തേയിലത്തോട്ടങ്ങൾക്ക് നടുക്കായിട്ടാണ് കേട്ടോ ഈ പ്ലാന്റേഷൻ നിൽക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു പ്ലാന്റേഷനൊക്കെ കാണുന്നത്. അകത്ത് കയറി കാണാനൊന്നും പറ്റത്തില്ല കേട്ടോ. അയ്യോ കൂട്ടുകാരെ, ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. നമ്മൾ 9 കൊല്ലത്തിന് നമ്മളിത് നട്ടതിന് ശേഷം 9 കൊല്ലം കഴിഞ്ഞല്ലാതെ നമ്മുടെ തേയില ചെടിയുടെ വിളവ് നമുക്ക് എടുക്കാൻ കഴിയില്ല. അതുകൂടാതെ തന്നെ ഇത് ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിലുള്ള തേയില ചെടികൾക്ക് മാത്രമാണ് നല്ല ഗുണമുള്ള നമ്മുടെ തളിരിലകൾ ലഭിക്കുക. എന്ന് പറഞ്ഞാൽ നമുക്ക് തേയില ചെയ്യുന്നതിനുള്ള തളിരിലകൾ ലഭിക്കുക. നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത്തിരി ഉയർന്ന പ്രദേശമാണ്. താഴ്ന്ന പ്രദേശത്താണെങ്കിൽ കിട്ടുന്ന ആ ഇല അത്രയും ഗുണമുള്ളതായിരിക്കത്തില്ല കേട്ടോ. ഇതൊക്കെ കണ്ട് നമ്മൾ നേരെ നടന്ന് നമ്മുടെ റോഡിൽ വന്നപ്പോൾ കണ്ടതാണ് PHTCTC എന്ന് പറയുന്ന നമ്മളൊരു തേയില കേട്ടോ. അപ്പോൾ തേയില പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പ്ലാന്റിൻ്റെതാണ്. ഗൈസ്, അങ്ങനെ നമ്മുടെ പുതിയൊരു വീഡിയോ തേയിലയെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത് കണ്ട നമ്മൾ എത്ര പറഞ്ഞാലും തീരാത്ത തേയിലക്കൂട്ടം ഇതിനിടയിലാണ്. പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങൾ എന്ന് പറയുന്ന കണക്കാണ് നമ്മുടെ കണ്ണത്താ ദൂരത്ത് കിടക്കുന്ന തേയില.